അയ്യോ ഇതുള്ള ഞങ്ങളുടെ പ്രൊഫസർ ജയന്തി ഇരിക്കുന്നു കണ്ണാടിയൊക്കെ വെച്ച്. ചിരിപ്പിക്കല്ലേ, കണ്ണ് കാണാത്ത അന്തയാണ്. നമ്മളിന്ന് രാവിലെ തിരുവനന്തപുരം പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. 5:30 ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ എത്ര മണിക്ക് ഇറങ്ങണമെന്ന് അമ്മ ഓർത്തെ? 5:30. കറക്റ്റ് ടൈമിങ്ങിന് ഇവയൊക്കെ ഇറങ്ങി അല്ലേ. നമ്മൾ ചേച്ചിയുടെ അടുത്തോട്ട് പോവാണ്. എൻഗേജ്മെൻ്റ് ഒക്കെ അടുത്ത് വരുന്നു. അപ്പം ഹെയർ ഒക്കെ ഒന്ന് റെഡി ആക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അവിടെ. ഇതിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അപ്പം ആദ്യം നമുക്ക് ചേച്ചിയുടെ വീട്ടിലോട്ട് പോകാം, വെഞ്ഞാറമ്മൂട്. അവിടുന്ന് ചേച്ചിയെ കൂട്ടി പോത്തൻകോട് പോകണം. അവിടാണ് ഷോപ്പുള്ളത്. നമുക്ക് സ്വന്തമായിട്ടൊരു സലൂൺ ഉള്ളപ്പോൾ നമ്മൾ എന്തിന് വേറെ ആൾക്കാരെ ആശ്രയിക്കണം അല്ലേ? അത് കണ്ടോ, ഹാഫ് മൂണല്ലേ. അപ്പൊ ആദ്യം നമുക്ക് മണ്ണാർക്കുളഞ്ഞി നിർത്തി മാതാവിന് തിരി കത്തിച്ചിട്ട് യാത്ര തിരിക്കാം. മാതാവിൻ്റെ അടുത്ത് വന്നു. ആരാണ്ടൊക്കെ ഉണ്ടല്ലോ ബസ് കയറി പോകാൻ. ഇല്ല, നമുക്കിവിടെ കയറുന്നു. മൈലപ്ര പള്ളി തോവലത്തി. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. നല്ല ഭംഗി. ഇത് കണ്ടോ അമ്മേ? ഇന്ന് അപ്പുവിന്റെ ബർത്ത്ഡേയാ. നമ്മൾ കുറേ ദൂരം യാത്ര ചെയ്ത് വന്നപ്പം റോഡ് സൈഡിൽ ഒരു കുഞ്ഞു ചായക്കട കണ്ടു. അവിടെ നിർത്തി ചായ കുടിക്കാം. പിന്നെ അപ്പൂപ്പനാ ചായ ഇടുന്നത്. എനിക്ക് ചായ വേണ്ട, അമ്മയും അപ്പയുമാണ് കുടിക്കുന്നത്. കപ്പലണ്ടി മുട്ടായി ഉണ്ടല്ലേ? കപ്പലണ്ടി മുട്ടായി കഴിഞ്ഞ ദിവസത്തെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ്. പണ്ടത്തെ കൂട്ടല്ലേ അമ്മേ? അതേപോലൊക്കെ തന്നെയാ കട കേട്ടോ. പണ്ടത്തെ ഒരു ഇത് കണ്ടോ ചായ അടിക്കുന്നത്. ഇങ്ങനെയുള്ള കടകളിൽ കയറുമ്പോൾ നമുക്കിങ്ങനെ അടിച്ച് ചായ എടുക്കും. എനിക്ക് വേണ്ട. നല്ല കാലത്ത് കുടിക്കാറുണ്ട്, പിന്നെ ഇപ്പൊ കഷ്ടകാലം. അമ്മയുടെ കാര്യങ്ങൾ. അരിയുണ്ട കിട്ടി ഗൈസ്. അല്ല, ഡ്രൈ എന്നാലും ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ തുടക്കം നമ്മൾ ചടയമംഗലം എത്തി. ജടായുപ്പാറ അതുകൊണ്ട് ദൂരെ. ഈ വീട് നല്ലതാക്കിയേ. തോട്ടി കാണാത്തോണ്ട് ഇവിടെ കിടക്കുന്ന ഒരു കമ്പ് എടുക്കുക. എന്ത് പറിക്കാനാപ്പാ? ആത്തച്ചക്കയോ? ആ, അവിടെ നിപ്പുണ്ടല്ലേ. ലവലോലിക്കായ ഇഷ്ടം പോലുണ്ട്. ആണോ?
ചേച്ചി പറിച്ചായിരുന്നു. ചേച്ചിയും പറിച്ചതാ. ആത്തച്ചക്ക നിൽക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം ഇത്. നല്ല ടേസ്റ്റാ. എവിടെ അപ്പേ? അടുത്തോ? നാളത്തേക്കാ ആത്തുള്ളോ? ഇല്ല. അടിപൊളി. ഇനിയുണ്ടോ? അപ്പം അതുകൊണ്ട് അവിടുന്ന് മാങ്ങ എടുക്കുക കേട്ടോ. ഈ വീടിൻ്റെ അവിടെ കയറി വരുന്ന വഴിക്ക് മാങ്ങ കിട്ടിയോ? 2. അച്ചാറിടാൻ ലവലോലിക്ക് വായി. അപ്പു വരുന്നു. അപ്പുവിൻ്റെ പുത്തനുടുപ്പല്ലേ? മുട്ടായി ലവലോലിക്ക അച്ചാറിടാം. നമ്മളങ്ങനെ വെഞ്ഞാറമൂട് പോത്തങ്കോട് വന്നു. ചേച്ചിയുടെ ഷോപ്പിൽ എന്ത് ചേച്ചിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റുകളാണ് ഈ ഇരിക്കുന്നത്. നമ്മൾ വന്നപ്പോഴേ ഹെയറിലാണ് ആദ്യത്തെ പരിപാടി ചെയ്യുന്നത്. എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ലാസ്റ്റ് കാണാം നമുക്ക്. അയ്യോ ഇതുള്ള എത്രയായ ചേച്ചി? ഇത് സമയം എടുക്കും. കഴിക്കണമെങ്കിൽ ഇപ്പൊ കഴിക്കാം. നമുക്ക് കഴിക്കാം. നമ്മൾ പകുതി പരിപാടി ചെയ്തല്ലേ? അല്ല, ചേച്ചി രാവിലെ ചോറൊക്കെ കെട്ടി വെച്ച് ഞങ്ങളെല്ലാവരും ഇവിടെ കൊണ്ടുവന്ന് കഴിക്കുവാണ്. നീ കഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയില്ലയോ ചേച്ചി? ചോറ് കണ്ടാൽ പിന്നെ ചേച്ചിക്ക് ചുറ്റുമുള്ളതൊന്നും കാണത്തില്ലല്ലേ ചേച്ചി? നോക്കിക്കാൻ ഞങ്ങളുടെ പ്രൊഫസർ ജയന്തി ഇരിക്കുന്നു കണ്ണാടിയൊക്കെ വെച്ച്. അയ്യോ, പണിത് ചേച്ചി ക്ഷീണിച്ച് പാവം ഒറ്റയ്ക്ക് എന്തൊക്കെ ചെയ്യണം, വേർത്തു ചേച്ചി. ഇപ്പൊ കുഴപ്പമില്ല, എന്റെ ജോബിനായി. ചിരിപ്പിക്കല്ലേ, കണ്ണാണ് തന്നെയാണ് ഇങ്ങനെ ഇട്ട് പോട്ടോ. അയ്യോ എനിക്ക് വയ്യ. ഈ സ്വിച്ച് റീച്ചാൻ ഇവിടെ നിർത്തായിരുന്നു എന്റെ അസിസ്റ്റന്റ് ആയിട്ട്. അപ്പൊ പോയപ്പാ ഓണായി. എങ്ങനെയുണ്ടേ? അടിപൊളി. സിൽവർ ആണോ ഗോൾഡ് ആണോ? അല്ലേ ഗോൾഡ്. നമുക്ക് ഒരെണ്ണത്തില് ഇപ്പൊ എന്താ ചേച്ചി ചെയ്യുന്നേ? ഇതിന്റെ പേരാണ് ക്യാറ്റ്. ഇതാ അപ്പ ഉമ്മ പറഞ്ഞ ചേച്ചി ഒരു താജ്മഹാള് പണിയും. ഇനിയുമാണ് മാജിക്. ആ സാധനം എന്ത് ചേച്ചി? മാഗ്നറ്റ്. ഇത് അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു പോകുന്നുണ്ട്. ഇതിൽ 2-3 മാഗ്നറ്റ് ഉണ്ട്. ഫ്ലവർ ഒക്കെ ഇതിനകത്താക്കാം. ഓക്കെ. അല്ലേയാണ് ഞങ്ങളങ്ങനെ തിരിച്ചു പോകുവാണ് കുമ്പളാംപൊയ്ക്ക്. അപ്പം ഞങ്ങളുടെ കൂടെ ചേച്ചിയുണ്ട്, അപ്പുണ്ട്. അപ്പു എന്തി? വേണ്ട, അപ്പു ഉണ്ട്. അമ്മ ചായ കുടിക്കുന്നു.
എൻ്റെ ഹെയർ ഒക്കെ റെഡിയാക്കി, എൻ്റെ നെയില് റെഡിയാക്കി അല്ലേ ജി? വീഡിയോയാ പറഞ്ഞു. നല്ല ഒരു മുടിക്ക് നല്ല മാറ്റം, നല്ല മാറ്റം.